Hi friends, welcome back to my channel. നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ഡങ്കറി ഡ്രസ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിന്റെ ഇന്നറുമായിട്ട് ഈ ഒരു ഡങ്കറി അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡങ്കറി ഡ്രസ് തയ്ക്കാനായിട്ട് ഇതുപോലെ രണ്ട് കളറിലെ തുണി എടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു പച്ച തുണി നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന തുണിയുടെ ബാലൻസ് ആണ്, സസ്പെൻഡഡ് ഡ്രസ്സിന്റെ ബാലൻസ്. മറ്റേത് അതേ തന്നെ ഡിസൈനുള്ള വേറൊരു പിങ്ക് കളർ തുണി. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പച്ച തുണി നമ്മളുടെ ബാലൻസ് ഉണ്ടായിരുന്ന ഈ ഒരു തുണിയിൽ നിന്നും ടോപ്പ് തയ്ക്കാനായിട്ട് അതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് ഇതിനെ ഒന്നും കൂടെ താഴത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തത്. ഇനി ഇവിടേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ആ പോയിന്റിൽ നിന്നും താഴേക്ക് നമ്മളുടെ കൈക്കുഴി ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പോയിന്റ് നിർത്തിയിരിക്കുന്നിടത്തേക്ക് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 9.5 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് ഈ ടോപ്പിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം. 12.5 ഇഞ്ചാണ് ഞാൻ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. 12.5 വരച്ച് നിർത്തിയിടത്തേക്ക് നമ്മുടെ അവിടുത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസുമാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഇനി ആ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനും ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ബാക്ക് പോർഷന് വേണ്ടിയും 1 ഇഞ്ച് ഗ്യാപ്പിൻ്റെ അളവിൽ നമുക്ക് ഫ്രണ്ട് പോർഷനുമാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം, ഒരു കർവ് പോലെ ആ 1ലും 1.5 ഇഞ്ചിലും. ഇനി നമുക്കിതൊന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 1.5 ഇഞ്ചിൻ്റെ അളവിൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന പാർട്ട് മാത്രം എടുത്തിട്ട് മറ്റേത് നമ്മൾ ബാക്ക് പോർഷന് വേണ്ടി മാറ്റി ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് 1 ഇഞ്ചിൻ്റെ അളവിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷന് വേണ്ടിയാണ്. ഇനി നമുക്ക് ബാലൻസ് വന്ന ഈ ഒരു പാർട്ടിൽ നിന്നും സ്ലീവ്സ് അടയാളപ്പെടുത്താം. അതിനായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്തു. അതിനെ ഒന്നും കൂടെ നമ്മൾ സെൻറ്ററിൽ കൂടെ ഒന്നുകൂടെ മടക്കിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് അടയാളപ്പെടുത്താം. അതിനായിട്ട് 7 ഇഞ്ചിൻ്റെ ആം ഹോൾ ലെങ്ത് ആയിരുന്നു നമ്മൾ എടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചും കൂടെ കൂട്ടി 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്നും താഴേക്ക് 3 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടേക്കൊരു സ്ലോപ്പ് പോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് സ്ലീവിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 13.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടേക്ക് നമ്മുടെ കൈയുടെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്കൊന്ന് മറിച്ചടിക്കാനായിട്ട് ഇതുപോലെ 2 തുണി ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടേക്ക് 4 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടുന്ന് താഴേക്ക് 3 ഇഞ്ച് ഇറക്കവും ഒന്ന് മാർക്ക് ചെയ്തു. ഇതിനുള്ളിലേക്ക് നമ്മളുടെ നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചുറ്റിലും ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് ഫുള്ളൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡങ്കറി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഈ തുണി ഇപ്പം ഓൾറെഡി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഡങ്കറി പാർട്ട് വേണ്ടിയ നീളം 40 ഇഞ്ചാണ്. അതുകൊണ്ട് ഈ തുണിയുടെ ഏറ്റവും താഴ്വശത്തിൽ നിന്നും ടേപ്പ് വെച്ചിട്ട് 40 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കിനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ എടുക്കുന്നത്. ബാലൻസ് തുണി കട്ട് ചെയ്ത് മാറ്റി വെക്കാനായിട്ട് ഇതുപോലെ 40 ഇഞ്ചിൽ 2 സൈഡിലുമായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിടിച്ച് മടക്കിയെടുത്ത് നിവർത്തി ഒന്ന് ഇട്ട് കൊടുക്കാം.
നമ്മളിപ്പോൾ ഇതുപോലെ 40 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തിപ്പം 40 അര വന്നിട്ടുണ്ട്, ബാക്ക് വശത്തും അതുപോലെ 40 അര ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു നടുക്ക് വശത്തൂടെ, അതായത് നമ്മളുടെ ഈ തുണിയുടെ ഫോൾഡിങ്ങിലൂടെയും ഈ താഴ്വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. നമ്മൾക്ക് ആവശ്യമില്ലാത്ത പാർട്ടാണ് ഈ താഴ്വശം, റിമൈനിങ് പോർഷൻ. അതും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് സ്ട്രിപ്പൊക്കെ തയ്ക്കാനായിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പം നമ്മളിതുപോലെ ഫ്രണ്ടും ബാക്കും 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പീസ് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഫ്രണ്ട് ഭാഗമാണ് ഞാൻ ഫസ്റ്റ് നമ്മൾക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഫ്രണ്ട് ഭാഗത്തെ തുണിയെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ തുണിയുടെ നടുക്കൂടെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നടുക്കൊരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് താഴ്വശത്ത്. അതിനായിട്ടാണ് നമ്മളിതുപോലെ നടുക്കൂടെ ഒന്ന് കൃത്യം അതിൻ്റെ ആ മിഡിൽ പോർഷനിൽ കൂടെ താഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ 2 പീസായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ആ നടുക്ക് നമ്മൾ കട്ട് ചെയ്ത വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കാം. ഒന്ന് മടക്കി അതിനെ ഒന്നുകൂടെ മടക്കി താഴെ വരെയും അടിച്ചെടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ മറ്റേ സൈഡിലെ ആ ഒരു പീസിൻ്റെ മറ്റേ സൈഡും ഇതുപോലെ അകത്തേക്ക് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത വശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഒരെണ്ണത്തിന് മുകളിലേക്ക് ഇതുപോലെ ഒരെണ്ണം ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 28 ഇഞ്ച് മുകളിൽ നിന്നും താഴത്തേക്ക് 28 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം ഈ 28 ഇഞ്ചിൻ്റെ ഇവിടെ വരെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ. അതിൻ്റെ താഴത്തേക്ക്, അതായത് ഈ ഒരു സൈഡിൽ നിന്നും തുടങ്ങി ഈ 28 ഇഞ്ച് തീരുന്നിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതിന് ശേഷമുള്ള ഭാഗം നമ്മളിതുപോലെ ഒരു ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 28 ഇഞ്ച് നീളത്തിൽ. താഴെ നമ്മൾ ഓപ്പണിങ്ങും കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെ ഇതുപോലെ നല്ല വശം അകത്തേക്കാക്കി ഇതുപോലെ ചീത്ത വശം കാണുന്ന രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് നമ്മളുടെ മെഷർമെൻറ്റ്സ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മളിപ്പം അടിച്ചു വച്ചിരിക്കുന്ന ഇതൊന്ന് മടക്കി കൊടുത്ത് സെൻറ്ററിൻ്റെ അവിടുന്ന് 5 ഇഞ്ച് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടുന്ന് താഴത്തേക്ക് നമ്മൾക്ക് 4 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കൈക്കുഴി വരച്ച് നിർത്തിയിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് നേരെ 9.5 ഇഞ്ചും പ്ലസ് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്ത് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടേക്ക് നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് മുകളിൽ നിന്നും ഒരു 10 ഇഞ്ച് താഴെയായിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. അവിടേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 9 ഇഞ്ചും കൂട്ടത്തി 1.5 ഇഞ്ച് സീം അലവൻസുമാണ് എടുക്കുന്നത്. നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ആ സെൻറ്ററിൻ്റെ തുണിയൊന്ന് നമ്മൾ നോക്കിയിട്ട് വേണം അടയാളപ്പെടുത്തിയെടുക്കാൻ, കൂടുതലാകാതെ. ഇനി നമുക്ക് മുകളിൽ നിന്നും ഒരു 16 ഇഞ്ച് താഴെയായിട്ട് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. ഇവിടേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 11 ഇഞ്ചും കൂട്ടത്തിൽ ഒരു 1 ഇഞ്ച് സീം അലവൻസുമാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഈ വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് താഴെ വരെയും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിരിക്കുന്ന തുണിയെ ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കി രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്ന ഈ കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫുള്ള് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാം. അതിനുശേഷം അതുമൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ആദ്യമേ നമ്മളുടെ ഈ ഒരു ടോപ്പിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെക്ക് പീസ് ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ തന്നെ 2
വശങ്ങളും അതായത് ഫ്രണ്ടും ബാക്കും ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരികു വശത്തു കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്താണ് നെക്ക് വെച്ചടിക്കുന്നത്. അതേപോലെ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുത്ത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നെക്ക് ഫുള്ള് റൗണ്ടിൽ. കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മടക്കിയ വശം ഒന്ന് ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നല്ല വശം രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്ത് ചീത്ത വശത്തിൻ്റെ അവിടേക്ക് നമുക്ക് അടിക്കാം. അതിനായിട്ട് ചീത്ത വശത്തിൻ്റെ അവിടെ ഷോൾഡർ രണ്ടും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഷോൾഡർ രണ്ടും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നല്ല വശം രണ്ടും ഒരുപോലെ വെച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത ആ പോർഷനിലേക്ക് ഈ സ്ലീവിൻ്റെ നടുക്കുള്ള ആ മിഡിൽ പോർഷൻ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം. ആദ്യം അങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കണം. ഇപ്പോൾ ഇതുപോലെ സ്ലീവ്സ് രണ്ടും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഡങ്കരി പാർട്ടൊന്ന് മറിച്ചടിക്കാനായിട്ട് ഒരു 3 ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല വശത്തിന് മുകളിലേക്ക് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് ഇവിടെ കൂടെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തേക്ക് നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2 ആം ഹോൾസിനും 2 ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഫ്രണ്ട് നല്ല വശത്തേക്ക് വെച്ച് അടിച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചടിക്കും. ഇപ്പം നമ്മളിതുപോലെ മറിച്ചടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് ഉള്ള ഈ തുണിയിൽ നിന്നും നമുക്ക് ഡങ്കരിക്ക് ആവശ്യമായ 2 സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ആവശ്യമായ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 5 ഇഞ്ചാണ് എടുക്കുന്നത്. കൂട്ടത്തിൽ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. 6 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വശം ഇതുപോലെ ഒന്ന് മുകളിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സെൻറ്ററിൽ കൂടെ മടക്കി കൊടുത്തിട്ട് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെയും നടുക്കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആ കൂട്ടത്തിൽ തന്നെ ഈ 2 സൈഡ് അരികുവശങ്ങൾ രണ്ടും ഒന്ന് അകത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ അരികുവശം രണ്ടും അകത്തേക്ക് മടക്കി അടിച്ചു കൊടുത്തു. സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതിപ്പം മറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കൂട്ടത്തിൽ ഇതൊന്ന് തേക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിക്കിരിക്കാനായിട്ടാണ് തേച്ച് കൊടുക്കുകയും കൂടെ ചെയ്തത്. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ചീത്ത വശത്തിന് മുകളിലേക്ക്, അതായത് നമ്മുടെ തുണിയുടെ ചീത്ത വശത്തിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു മടക്ക് വന്നിരിക്കുന്ന ഭാഗമാണ് ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡങ്കരിയുടെ ബാക്ക് പോർഷൻ ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇനി നമുക്കിതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ബാക്ക് പോർഷൻ്റെ ചീത്ത വശം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ചീത്ത വശവും നമ്മളെടുത്തിട്ട് ആ സ്ട്രിപ്സ് രണ്ടും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 1 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് മൊത്തം 10 ഇഞ്ചാണ് ഈ സ്ട്രിപ്പിന് നീളം വേണ്ടിയത്. ഓരോ ഇഞ്ച് വീതമാണ് നമ്മൾ തയ്യൽ തുമ്പെടുത്തിരുന്നത്. ഇപ്പം നമ്മളിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡങ്കരി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മളുടെ ഈ ഡങ്കരി പാർട്ടിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തായിരുന്നു സ്ട്രിപ്പിൻ്റെ. ആ ഒരു സ്ട്രിപ്പിൻ്റെ സെൻറ്ററും നമ്മളുടെ ഷോൾഡറിൻ്റെ ആ ഒരു അടിച്ച വശവും കൂടെ ഒന്ന് ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടവും നമ്മുടെ സ്ട്രിപ്പിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും സൈഡ് വശം രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ഇവിടെ വരെയും അതേപോലെ തന്നെ ഇവിടുന്ന് താഴെ വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം രീതിയിൽ തന്നെ ബാക്ക് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്.
ഇപ്പം നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടേക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് 15 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇതേപോലെ തന്നെ ആ ഒരു സൈഡിലും 15 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ വരച്ചു കൊടുത്തിരിക്കുന്നിടത്തേക്ക് നമുക്ക് ഈ ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 17 ഇഞ്ചാണ്. ഈ 17 ഇഞ്ചുള്ള ഇലാസ്റ്റിക്കിനെ നമുക്കൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡ് വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇലാസ്റ്റിക്. ബാക്കിലും ഇതേപോലെ തന്നെ നമ്മൾ അളവെടുത്തിട്ട് 17 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം താഴെ വരെയും. ഇതിൻ്റെ ഈ ഒരു അറ്റം വരെയും നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ സ്ലീവ്സിൻ്റെ അവിടുന്ന് താഴെ വരെയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പം താഴ്വശവും അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു അറ്റാച്ച്ഡ് ഡങ്കരി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ മറ്റുള്ള വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.